മാത്രായിട്ടും അങ്ങോട്ട് കിട്ടുന്നില്ല. തിരുമേനി മറന്നു. ടിസോ ഹേക്കൽ ജനകീയ കോടതി പവർഡ് ബൈ ലേക്ക് റോഡ് ഏസസ് സ്മാർട്ട് ലീബ്സ് ആൻഡ് ചവറ മാട്രിമണി. എന്താ കഥ? നിന്നെ നോ മറക്കേ. I have a single doubt. ഞാൻ പറയാം. Other minorities അല്ലെങ്കിൽ minorities who face the religious persecution in these countries എന്ന് എഴുതിയിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ. മൈനോറിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് എന്തായാലും മുസ്ലിങ്ങൾ വരില്ല എന്നുള്ളതിൽ താങ്കൾ അംഗീകരിച്ചു കഴിഞ്ഞു. മുസ്ലിങ്ങളിലെ പല വിഭാഗങ്ങളും വന്നേക്കാം. അവർ റിലീജിയസ് മൈനോറിറ്റീസ് അല്ല. എടുക്കാം. അവർ റിലീജിയസ് മൈനോറിറ്റീസ് അല്ല. Classification ആണ്. 10 തലയാ ഇവന്. പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലി ഇവന്റെ പ്രൊഫസറായിരുന്നു. No, that is sectarian. നിങ്ങൾ റിലീജിയസ് പെർസിക്യൂഷൻ ആണോ മൈനോറിറ്റി ആണോ ഫോക്കസ് ചെയ്യുന്നത്? റിലീജിയസ് പെർസിക്യൂഷൻ നേരിടുന്ന മൈനോറിറ്റീസ് അങ്ങനെയാണ് ആ ബില്ലിൽ പറയുന്നത്. Then both are contradictory. No, അല്ല. We is for victory in future. Good luck. താങ്കൾ ചോദിച്ചല്ലോ എന്തിനാണ് ഇവിടെ 6 മതങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന്. ഇതിനൊരു ഓപ്പറേഷണൽ പാർട്ട് വേണ്ടേ? നാളെ ഞാനൊരു ഉദ്യോഗസ്ഥനാണ്, വെരിഫൈ ചെയ്യാനിരിക്കുകയാണ്. എൻ്റെ മുന്നിൽ ഒരു ലോങ് ക്യൂ ഉണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് പറയുന്നു ഒരു ഡോക്യുമെന്റ് വന്നിട്ട്, സാർ ഞാൻ ഇവിടുത്തെ മൈനോറിറ്റിയാണ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഓഫീസറാണ്. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. നാഷണൽ ഡാറ്റാബേസ് ആൻഡ് രജിസ്ട്രേഷൻ അതോറിറ്റി പാകിസ്ഥാനിലെ നദ്ര കേട്ടിട്ടുണ്ടല്ലോ അങ്ങ്. മൈനോറിറ്റിയെ കുറിച്ച് ക്ലാസിഫൈ ചെയ്തു. ആ മൈനോറിറ്റിയിൽ ഏതൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടാതെ പോയത്? അതെനിക്കറിയില്ല. സ്വാഭാവികമായിട്ട് ജൂതമതം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് റിലീജിയസ് പെർസിക്യൂഷൻ ഫേസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയണം. കോടതിയിൽ ഇവിടെയാണ് ശ്രീ പാകിസ്ഥാന്റെ ഔദ്യോഗിക ഏജൻസി ക്ലാസിഫൈ ചെയ്ത മൈനോറിറ്റീസിനെ ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ അവരെല്ലാവരും പീഡനം നേരിടണമെന്ന് അർത്ഥമില്ല സാർ. Answer simple. They are persecuted. The two family attached to the bathroom, your family's food and accommodation. What do you mean? ഇപ്പൊ ആരും പറയുന്നത് എന്താണ്? റിലീജിയസ് പെർസിക്യൂഷൻ ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്. All the time I am saying Pakistan in India there is religious persecution. No. മ്യാൻമാറിൽ റോഹിംഗ്യൻസ് എന്ന് പറയുന്നത് അപ്രൂവ്ഡ് മൈനോറിറ്റീസ് ആണോ അല്ലയോ? ഇനി എന്റെ മറുപടി ആണോ അല്ലയോ? എന്റെ മറുപടി yes or no? They are yes or they no? are discriminated against religion and they constitute minority. yes or no? I am the answer. നിങ്ങൾ പറഞ്ഞത് പാകിസ്ഥാനിൽ ഗവൺമെന്റ് പറയുന്ന മൈനോറിറ്റിയിൽ ഇവിടെ നിങ്ങളുടെ എല്ലാ ആർഗ്യുമെന്റും തകരും. നിങ്ങളുടേതാണ് തകർന്നത്. താങ്കൾ ചോദിച്ചത് പാകിസ്ഥാനിലെ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഒരു മൈനോറിറ്റിയാണ് ബഹായി. എവിടെ? ഞാൻ തിരിച്ച് താങ്കളോട് ചോദിച്ചു, റോഹിംഗ്യൻസ് എന്ന് പറയുന്നതിനെ മ്യാൻമാർ അംഗീകരിച്ചിട്ടുള്ള മൈനോറിറ്റി ആണോ? അല്ല. റോഹിംഗ്യൻസിനെ മ്യാൻമാർ പറയുന്നത് ഇവർ ബംഗ്ലാദേശികളാണ്, ഇവർ ഞങ്ങളുടെ അല്ല, ഇവർ അവിടെ തിരിച്ചു പോകണം. ഇത്രയും നേരം താങ്കൾ വാദിച്ചുകൊണ്ടിരുന്നത് ഈ മ്യാൻമാറുകാർക്ക് വേണ്ടിയിട്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. അരുൺ ചോദിക്കുന്ന കൃത്യമായ കണക്ക് തരേണ്ടത് സർക്കാരാണ്, ഞാനല്ല. ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ല. പഞ്ചായത്തിലെ ഓരോ വീട് ഞാൻ അടിച്ചു പെറുക്കി. റിലീജിയസ് പെർസിക്യൂഷൻ നേരിടുന്ന ഒരു രാജ്യത്ത് പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷനിൽ വലിയ രീതിയിൽ കുറവുണ്ടായിരിക്കുന്നുവെന്ന് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് ശരിയല്ലല്ലോ. ഒരു കാര്യം ചോദിക്കട്ടെ, 1972 മുതൽ ഈ സമയം വരെയും പോപ്പുലേഷന്റെ ചേഞ്ച് ഇല്ല എങ്കിൽ അവർ ഇന്ത്യയിലേക്ക് വന്നിട്ടേ ഇല്ല. ഇപ്പൊ നമ്മളിങ്ങനെ ആവർത്തിച്ച് നിങ്ങൾ മതം തെളിയിക്കണമെന്ന് നമ്മളൊരു പൗരനോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് യു കൺസിഡർ ഇൻ ട്യൂൺ വിത്ത് സെക്യുലറിസം? ഇല്ലില്ല, അത് അതുകൊണ്ടല്ല. അതിൽ സെക്യുലറിസം അല്ല ഉള്ളത്. മതപീഡനം നേരിടുന്ന ഒരാളിന്റെ അടുത്ത് മതമല്ലാതെ നിങ്ങൾ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും എന്നാണോ പറയുന്നത്? எனக்கு நிற்க முடியல, நடக்க முடியல. பெரிய 2 குண்டிக்குள்ள இருக்குதுன்னு தோணுது. நான் இப்ப சாவு பாபா. நீ ஷாவறது தான் நல்லது.